വളരെ നല്ലൊരു വർഷമായിരുന്നില്ല അല്ലെ 2023 എന്ന് പറയുന്നത്. കാരണം ഈ വർഷം വന്നേക്കുന്ന മലയാള സിനിമയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 200ഓളം സിനിമകൾ വന്നു കഴിഞ്ഞിട്ട് വെറും 5 സിനിമകൾ മാത്രമാണ്, നോക്കണം 5 സിനിമകൾ മാത്രമാണ് ഇവിടെ ഹയസ്റ്റ് ഗ്രോസർ എന്ന് പറയുന്ന രീതിക്കും നല്ല രീതിക്ക് പ്രേക്ഷകരെ ഏറ്റെടുത്തെന്ന് പറയുന്ന രീതിക്കും തിയേറ്ററിക്കലി വിജയിച്ചേക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാറിന്റെ പടമായാലും അല്ലെങ്കിലും നല്ല സിനിമകളാണെങ്കിലും മാത്രം കാണുന്ന ഒരു ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ് പറയുന്നത്. 200ഓളം സിനിമകൾ വന്നു കഴിഞ്ഞിട്ടും വെറും 5 സിനിമകൾ മാത്രമാണ് കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ വർഷം ഏറ്റവും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. തലേ ദിവസം തൊട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് പോയി കണ്ടേക്കുന്ന, ഉറക്കം കിട്ടാതെ പോയി കണ്ടേക്കുന്ന, അത്രയും മാത്രം എക്സൈറ്റ്മെന്റ് എന്നേക്കുന്ന ഒരു സിനിമ ഏതാണെന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. മിക്ക ആൾക്കാരും പറയാൻ പോകുന്ന സിനിമ ഏതാണെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമല്ല ഞാൻ പറയാൻ പോകുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്. അതിലും മികച്ച ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചായിരുന്നു. പല ആൾക്കാരും അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. 2023 ഏറ്റവും കൂടുതൽ ആൾക്കാർ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് കണ്ടേക്കുന്ന സിനിമ ഏത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിയോ എന്ന് പറയുന്ന ദളപതി വിജയുടെ സിനിമ. ദളപതി വിജയുടെ തന്നെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഇത്രയും മാത്രം എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സിനിമ ഇതിന് മുമ്പ് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് തോന്നുന്നത്. ദളപതി വിജയുടെ ഫാൻസ് ആണെങ്കിലും ലോകേഷ് കനകരാജിന്റെ ഫാൻസ് ആണെങ്കിലും LCU ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാനായിട്ട് വന്നായിരുന്നു. കേരളത്തിൽ ആദ്യ ദിവസം തന്നെ 12 കോടിയിൽ മേലെ കളക്ഷൻ നേടിയിരിക്കുന്ന ഇനി തൊട മുടിയാത് എന്ന് പറയുന്ന രീതിക്ക് ഇനി കളക്ഷൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല, വിജയനെ കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളൊരു കാര്യം സംശയമാണ്. കാരണം ആ ലെവലിലാണ് ലിയോ എന്ന് പറയുന്ന സിനിമയുടെ ബ്രാൻഡിങ് ആയിരുന്നത്. ലിയോ എന്ന് പറയുന്ന സിനിമ ഒരു മികച്ച ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. തിയേറ്ററിൽ ഞാൻ കണ്ടിരിക്കുന്ന സമയത്ത് വാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് വാവ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലിയോ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ലിയോയാണോ ഈ വർഷത്തെ ഏറ്റവും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു സിനിമ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ലിയോ എന്ന് പറയുന്നത് ഗംഭീര സിനിമ തന്നെയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ അതൊക്കെ മേലെ ലിയോ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റിന്റെ പകുതി പോലും ടിക്കറ്റ് സെല് ചെയ്യപ്പെടാത്ത ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഇവിടെ ആക്ച്വലി സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ ഏതാണെന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കഗ്നി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. മിക്ക ആൾക്കാരും സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടേക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സിനിമ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം. ടോം ക്രൂസിന്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസുകളിൽ ഒന്നാണ്, ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു സിനിമ ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന. ഒരുപാട് സിനിമകൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയായിട്ട് മാറിയിരിക്കുന്ന ഒരു സിനിമയാണ് മിഷൻ ഇമ്പോസിബിളിന്റെ ഡെഡ് റെക്കഗ്നി എന്ന് പറയുന്ന 2023 വന്നിരിക്കുന്ന ഒരു സിനിമ. പാർട്ട് 1 ആയിരുന്നു ഈ വർഷം റിലീസ് ചെയ്തിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇതിനകത്തുള്ള ബൈക്ക് സ്റ്റണ്ട് തൊട്ട് ട്രെയിൻ സ്റ്റണ്ട് തൊട്ട് എല്ലാ സ്റ്റണ്ടുകൾ എന്ന് പറയുന്നത് അണ്ടർ റേറ്റഡ് ആയിരുന്നു. കാരണം കേരളത്തിൽ അധികം പേര് കാണാത്ത, മിസ്സായി പോയിക്കുന്ന ഒരു സിനിമ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു അടിപൊളി പടം തന്നെയാണ് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ ഈ പടം പോയി കാണുന്ന സമയത്ത് എനിക്ക് കോരിതരിപ്പ് കിട്ടിയ ആശാനെ വേറെ ലെവൽ പടമായിരുന്നു. എന്നടവേ പണി വെച്ചിരിക്കെ ഈ വർഷം എന്റെ കിളി വർത്തിക്കുന്ന സിനിമ ഏതാണെന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രജനികാന്തിന്റെ ജയിലർ എന്ന് പറയുന്ന സിനിമയാണ്. ഒരിക്കലും വേറെ സിനിമകളുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ജയിലർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അനിരുദ്ധിന്റെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് കമ്പോസിഷൻ ഏത് സിനിമയിലാണെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ലിയോനേക്കാളും മുകളിൽ നിൽക്കുന്നത് ഒരു പക്ഷേ ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കാം. കാരണം ഹുക്കും എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് മാത്രം മതി ഈ പടത്തിന് എലിവേറ്റ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലിലോട്ടാണ്. തിയേറ്ററിൽ വളരെ നോർമൽ ആയിട്ട് വന്നേക്കുന്ന ഒരു പടം, ഒരു സിമ്പിൾ സ്റ്റോറി പറയുന്ന ഒരു ഓഫ് കോഴ്സ് ഒരു രജനികാന്ത് പടം എന്ന് പറയുന്ന ഒരു സാധനം. ഈ സാധനം ഇത്രയും മാത്രം കേരളത്തിൽ 50 കോടിയിൽ മേലെ കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, അനിരുദ്ധ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആൻഡ് ഈ സിനിമയുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ. ഗൂസ് ബംസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലിലോട്ട് പോകുന്ന ഒരു പടം തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടനുണ്ട് ആൻഡ് ശിവണ്ണയുണ്ട്, ഒരുപാട് പേരെ ക്യാമിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ജയിലർ എന്ന് പറയുന്നത്. ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ജയിലർ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. 2023 ഏറ്റവും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും മലയാള സിനിമ ഏതാണെന്നൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 പറയുന്ന ഒരു സിനിമയാണ്. സിനിമ കണ്ടേക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഓസ്കാറിലോട്ട് വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു 2012 എന്ന് പറയുന്നത്. നല്ലൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2012 ദുരന്തം ഞാൻ അനുഭവിച്ചേക്കുന്നതുകൊണ്ട് എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് വെൽ പ്രസന്റ് ചെയ്തേക്കുന്ന
എന്നെ പേഴ്സണലി ഈ വർഷം ഞെട്ടിച്ചേക്കുന്ന വൺ ഓഫ് ദ മേക്കിംഗിൽ വന്നേക്കുന്ന ഒരു സിനിമ തന്നെയാണ് 2018 എന്ന് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് ഉള്ളൊരു സാധനം തന്നെയാണ് 2018 മേക്കിംഗ് കൊണ്ട് എല്ലാം കൊണ്ടും. അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാർ കാസ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നല്ല സിനിമയായിട്ട് വന്നേക്കുന്ന സമയത്ത് ഈ വർഷം ഈ സിനിമ തന്നെയാണ്, ഈ വർഷം എന്നല്ല മോളിവുഡിന്റെ ചരിത്രത്തിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന ഒരു സിനിമയായിട്ട് 2018 എന്ന് പറയുന്ന ഒരു സിനിമ മാറിയാണ്. രണ്ടാമതായിട്ട് നിൽക്കുന്നത് റോബർട്ട് ഡോണി സേവിയർ RDX എന്ന് പറയുന്ന ഒരു സിനിമയാണ്. തൊട്ടപ്പുറത്ത് കിങ് ഓഫ് കൊത്തയുണ്ട്, തൊട്ടിപ്പുറത്ത് ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന 2 സൂപ്പർ സ്റ്റാർസിന്റെ പടങ്ങൾ നിൽക്കുന്ന സമയത്ത് യൂത്തമാരായിട്ടുള്ള 3 പിള്ളേർ വന്നിട്ട് തൂക്കിയടിക്കാൻ പറ്റോടെ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് RDX എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. നഹാസ് ഹിദായത്ത് എന്ന് പറയുന്ന ഒരു ഡെബ്യൂട്ടൻ ഡയറക്ടറിന്റെ ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിളെങ്കിലായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് RDX എന്ന് പറയുന്ന ഒരു സിനിമ. ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം എന്നല്ല പറയണേ, പക്ഷെ ഉള്ള സാധനം നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു നീറ്റ് സ്റ്റോറി ആൻഡ് നീറ്റ് പ്രസന്റേഷൻ തന്നെയാണ് RDX എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നിൽക്കുന്നത് മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡാണ്. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചേക്കുന്നത് ഈ കഥയെ കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. കാരണം റിയൽ ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് ഡീകോഡ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിൽ കണ്ടേക്കുന്നത് നമ്മൾ പറഞ്ഞുറപ്പിച്ചേക്കുന്നതുമായിട്ടുള്ള ഒരു കഥയുടെ അപ്പുറത്തോട്ട് പ്രസന്റേഷൻ കൊണ്ട്, പ്രത്യേകിച്ച് സുഷിൻ ശ്യാമിന്റെ BGM ആൻഡ് മേക്കിംഗ് കൊണ്ടും നല്ല സ്റ്റോറി സ്ക്രീൻ പ്ലേ കൊണ്ടൊക്കെ അടിപൊളിയാക്കുന്ന ഒരു സിനിമ തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത്. ഈ വർഷം എനിക്ക് ഞാൻ കണ്ടേക്കുന്ന വൺ ഓഫ് ദി എന്നെ കൺവിൻസ് ചെയ്തേക്കുന്ന സിനിമകളിലൊന്നും തന്നെയാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത്. മമ്മൂക്കിനെ സംബന്ധിച്ചിടത്തോളം 2023 എന്ന് പറയുന്നത് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തൂഫാൻ തന്നെയായിരുന്നു. കാരണം വന്നേക്കുന്ന എല്ലാ സിനിമകളും ഒന്നിനൊന്നും മെച്ചായിട്ട് വന്നേക്കുന്ന സിനിമകളാണ്. ക്രിസ്റ്റഫർ മാത്രമാണ് കുറച്ച് ഒരു താഴ്ത്തോട്ടേക്ക് പോയെന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സിനിമകളും നല്ല രീതിക്ക് തന്നെയായിരുന്നു വന്നിരുന്നത്. നാലാമതായിട്ട് നിൽക്കുന്നത് രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. രോമാഞ്ചം ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, രോമാഞ്ചത്തിന് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടാനായിട്ട് ഉണ്ടായതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം ഈ സിനിമ യൂത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. യൂത്തന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടുവന്നേക്കുന്ന സമയത്ത് മലയാളത്തിൽ ആ സമയത്ത് ആദ്യത്തെ 6 മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സിനിമ പോലും സംഭവിക്കാത്ത സമയത്താണ് രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു മാർച്ച് മാസത്തിലായിരുന്നു വന്നെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് നല്ലൊരു സിനിമയായിട്ട് വന്നേക്കുന്ന സമയത്ത് പ്രേക്ഷകർ എല്ലാവരും പോയി കണ്ടേക്കുന്നത്, പ്രത്യേകിച്ച് യൂത്തന്മാർ പോയി കണ്ടേക്കുന്ന ഒരു സിനിമയാണ്. യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തേക്കുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷേ വലിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ വന്നേക്കുന്ന ഒരു സിനിമ തന്നെയാണ് രോമാഞ്ചം എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് നിൽക്കുന്നത് നേരെന്ന് പറയുന്ന സിനിമയാണ്. ദി ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് വന്നെങ്കിലും ഗംഭീരമായിട്ട് ഒരു തിയേറ്ററിക്കൽ റെസ്പോൺസ് വന്നേക്കുന്ന ഒരു സിനിമയാണ്. ഈവൻ ദോ ഇറ്റ്സ് എ കോർട്ട് റൂം ഡ്രാമയാണ്, കാര്യമായിട്ടൊന്നും ഇല്ല എന്ന് ജീത്തു ജോസഫ് പറഞ്ഞേക്കുന്ന സമയത്ത് സിനിമ തിയേറ്ററിൽ വന്നു. സിനിമ കോപ്പിയുടെയാണ്, ഇൻസ്പയർഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളും വാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ സിനിമ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സിനിമ നല്ല രീതിക്ക് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷനാണ് ഒരു സിനിമയെ വിലയിരുത്തുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഒരിക്കലും അല്ലാതുള്ളൊരു കാര്യമാണ് പറയുള്ളൂ. പക്ഷേ എങ്കിലും നേരെന്ന് പറയുന്ന സിനിമകൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞേക്കുന്ന എല്ലാ സിനിമകളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ വൈസ് നോക്കുകയാണെങ്കിലും കേരളത്തിലൊരു സിനിമ കളക്ഷൻ നേടണമെന്നുണ്ടെങ്കിൽ നല്ല സിനിമകളായാൽ മാത്രമാണ് കളക്ഷൻ നേടുള്ളൂ എന്നുള്ളൊരു കാര്യം കേരള ഓഡിയൻസിന് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നോർത്തിൽ നടക്കുന്ന പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നേരെന്ന് പറയുന്ന സിനിമയും ഇവിടെ നല്ല രീതിക്ക് തിയേറ്ററിക്കൽ റെക്കോർഡ്സും അതിനൊപ്പം തന്നെ നല്ല രീതിക്കുള്ള പ്രേക്ഷകരുടെ പ്രതികരണം നേടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് നേരെന്ന് പറയുന്ന ഒരു സിനിമ. ഈ 5 സിനിമകളാണ് മലയാള സിനിമകൾ എന്നുള്ള രീതിക്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷേ there comes a reality. നിങ്ങളൊരു ആക്ഷൻ പാക്ക് മൂവിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ അടി പടങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേക്കുന്ന ഒരു സിനിമ ആയിരിക്കാം ഒരു പക്ഷേ ജോൺ വിക്കിന്റെ പാർട്ട് 4 എന്ന് പറയുന്ന ഒരു സിനിമ. മിക്ക ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തലപതി വിജയുടെ പോലത്തെ പടങ്ങൾ അല്ലെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ നമ്മൾ എന്തായാലും പോയി കാണൂലേ. കാരണം ഇവിടുത്തെ ഓഡിയൻസിന് അവരെ പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ലാംഗ്വേജും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സിനിമകൾ കാണാനായിട്ട് പോകും. പക്ഷേ പുറത്തുനിന്നൊരു സിനിമ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മൂവി വരുന്ന സമയത്ത് മിക്ക ആൾക്കാർ ഈ സിനിമ കാണാനായിട്ട് പോകാറില്ല. ഇവിടെ അടുത്തുള്ള തിയേറ്റേഴ്സിലൊക്കെ വളരെ തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഈ വർഷം വന്നിരിക്കുന്ന ഏറ്റവും മികച്ച ആക്ഷൻ മൂവി ഏതെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജോൺ വിക്ക് പാർട്ട് 4 എന്ന് പറയുന്ന ഒരു സിനിമ. ജോൺ വിക്ക് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ആക്ഷൻ പാക്ക് മൂവീസിന്റെ അവസാന വാക്കാണ് ജോൺ വിക്ക് എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ജോൺ വിക്കിന്റെ തന്നെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള പാർട്ട് 4 എന്ന് പറയുന്ന സിനിമ. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിട്ടുണ്ടാവും. ലൈക്ക് ഒരു ഇംഗ്ലീഷ് മൂവിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവിധ സാധനങ്ങളുമുള്ള എല്ലാവിധ ആക്ഷൻ പാക്കുമുള്ള ഒരു സിനിമ തന്നെയാണ് ജോൺ വിക്കിന്റെ ലാസ്റ്റ് പാർട്ടായിട്ട് വന്നിരിക്കുന്ന ജോൺ വിക്ക് 4 എന്ന് പറയുന്ന ഒരു സിനിമ. ഈ വർഷം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഏതായിരുന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ഒരുപാട് സിനിമകൾ ഇപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സിനിമകൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലായിട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. കാരണം ചൈനീസ് മൂവീസ് തൊട്ട് ഒരുപാട് സിനിമകളുടെ കേസുകൾ നമുക്ക് പറയാനായിട്ട് ബാക്കിയാണ്. ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്തേക്കുന്ന ഏറ്റവും നല്ല തിയേറ്ററിക്കൽ വാച്ച് ആയിട്ട് വന്നേക്കുന്ന ഒരു സിനിമ ഏതെന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകൾ എല്ലാം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഓൺ ആസിഫ് സൈനിങ് ഔട്ട്. ബൈ.